നമസ്കാരം ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. അതിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ കോസ്റ്റ് കൺസെപ്റ്റ് ആയിട്ടുള്ള രണ്ട് കോസ്റ്റ് കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഒന്ന് അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ കോസ്റ്റ്, മറ്റൊന്ന് ഹിസ്റ്റോറിക്കൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് അവോയ്ഡബിൾ കോസ്റ്റും അൺഅവോയ്ഡബിൾ കോസ്റ്റും എന്താണെന്ന് നോക്കാം. അവോയ്ഡബിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവോയ്ഡബിൾ കോസ്റ്റിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എസ്കേപ്പബിൾ കോസ്റ്റ് എന്ന് പറയാം. അവോയ്ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കാൻ പറ്റുന്ന കോസ്റ്റുകളാണ്. അപ്പം ഈ കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ avoidable or escapable cost are those costs which can be avoided if the level of activity is curtailed or a particular department is discontinued. ഇപ്പം നമ്മുടെ ബിസിനസ്സിൽ പലതരം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്താലോ അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷനിലെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ കർട്ടെയിൽ ചെയ്താലോ അല്ലെ അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എക്സ്പെൻസസുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത്തരത്തിലുള്ള എക്സ്പെൻസസുകളെയാണ് അവോയ്ഡബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 10,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്തു, അതൊരു 5,000 യൂണിറ്റായിട്ട് മാറ്റി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് കർട്ടെയിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചില വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യാം, കുറയാം. അപ്പോൾ ഏത് കാര്യത്തിലും ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്തു, ഒഴിവാക്കാൻ പറ്റി. അങ്ങനെ അത്തരത്തിലുള്ള കോസ്റ്റുകളെ നമുക്ക് അവോയ്ഡബിൾ കോസ്റ്റ് അല്ലെങ്കിൽ എസ്കേപ്പബിൾ കോസ്റ്റ് എന്നൊക്കെ പറയാം. ഇനി അൺഅവോയ്ഡബിൾ അല്ലെങ്കിൽ ഇൻഎസ്കേപ്പബിൾ കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കോസ്റ്റുകളാണ് ഇത്. അതായത് വിച്ച് കനോട്ട് ബി അവോയ്ഡഡ് വിത്ത് എ റിഡക്ഷൻ ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്തോ ആയിക്കോളാം, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂട്ടിയാലോ കുറഞ്ഞാലോ, അതുപോലെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചാലോ ഒന്നും ഈ കോസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിന് എക്സാമ്പിളാണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റാണ്. അപ്പം ഇതാണ് അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ കോസ്റ്റിനകത്ത് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റാണ്. അല്ലെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പേരിൽ തന്നെയുണ്ട്. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോഴെന്തായിരിക്കും, നമുക്ക് ഉണ്ടായതിനു ശേഷം അല്ലേ അങ്ങനെയുള്ള കോസ്റ്റുകളാണ്. അതായത് ദ കോസ്റ്റ് വിച്ച് ആർ അസർട്ടൈൻഡ് ആഫ്റ്റർ ദി ഒക്കറൻസസ് ഓർ ആഫ്റ്റർ ദി ഇൻക്വറൻസസ്. നമുക്ക് ഒരു ചിലവ് ഉണ്ടായി, ആ ചിലവ് ഉണ്ടായതിനു ശേഷം മാത്രം നമ്മൾ ആ കോസ്റ്റ് എന്താണെന്ന് അസർട്ടൈൻ ചെയ്യുന്നു. അത്തരത്തിലുള്ള കോസ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. Such costs are available only when the production of a particular thing has already been done. ഇത്തരത്തിലെ കോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, പ്രൊഡക്ഷനൊക്കെ ഓൾറെഡി നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇത്തരം കോസ്റ്റുകളുണ്ട്. അപ്പോൾ എത്രയാണ് ചിലവ് എന്ന് നമുക്ക് മുന്നേ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സാലറി ആണെങ്കിൽ നമുക്ക് ഇത്ര രൂപ സാലറി എന്ന് പറയാൻ പറ്റും. എന്നാൽ ചില കോസ്റ്റ് അത് സംഭവിച്ചതിന് ശേഷം മാത്രമേ ഇത്ര രൂപ ചിലവായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള കോസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. Such costs have only historical value and not helpful for cost control purposes. അപ്പോൾ ഇങ്ങനത്തെ കോസ്റ്റുകൾക്ക് എപ്പോഴും എന്താ, കഴിഞ്ഞു പോയതാണ്, സംഭവിച്ചു പോയതാണ്. അതുപോലെ തന്നെ ഇതൊരിക്കലും കോസ്റ്റ് കൺട്രോൾ പർപ്പസിനൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരിക്കലും ഇത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എത്രയായിരിക്കും ചിലവ് എന്നൊക്കെ സംഭവിച്ചതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താണ് അല്ലെങ്കിൽ നമുക്ക് മുന്നേ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കൺട്രോളും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു കോസ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എ വോൺ ഔട്ട് അസറ്റ് അറ്റ് എ കറണ്ട് പ്രൈസ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എ വോൺ ഔട്ട് അസറ്റ് അറ്റ് കറണ്ട് പ്രൈസ്. അതായത് നമുക്ക് റീപ്ലേസ് ചെയ്യുക അല്ലെ, ഇപ്പോഴത്തെ വിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, മാറ്റം വരുത്താൻ പറ്റുന്ന, മാറ്റി പിന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിനുവേണ്ടി നമുക്കുണ്ടാകുന്ന കോസ്റ്റാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഈ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം
എന്താ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ കോസ്റ്റും റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആക്ച്വലി സംഭവിച്ചു പോയ കാര്യമാണ്. നമുക്കതിനെ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാനോ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു അസറ്റ് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നമ്മൾ ആ അസറ്റിനെ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്ന തരത്തിലുള്ള കോസ്റ്റാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ആ ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ബാക്കിയുള്ള കോസ്റ്റ് കൺസെപ്റ്റുകൾ നമുക്കിനി പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് മറ്റു വീഡിയോയിലൂടെ നോക്കാം.